ഹലോ ഗൈസ്, ശരത്ത് വിത്ത് ടെക് ന്യൂസിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ഒരു കാര്യം, കുറേ ടെക് ന്യൂസുകളുണ്ട്. നമുക്ക് അതിനെക്കുറിച്ച് നോക്കാം. കുറേ ടെക് ന്യൂസുകൾ, നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടെക് ന്യൂസുകൾ എല്ലാം നമുക്ക് നോക്കാം. കയറി വാ, നമുക്ക് നോക്കാം. ഫസ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് വരുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ന്യൂസാണ്. സ്പാങ്കോളിൽ ഇങ്ങോട്ടില്ല, സ്റ്റോപ്പ് ചെയ്യുവാണ് എല്ലാം. TRI ഇന്ത്യൻ ടെലികോം കമ്മ്യൂണിറ്റിയും കൂടെ ചേർന്നാണ്. ഇന്ത്യൻ ടെലികോം കമ്മ്യൂണിറ്റി ഇനിയെല്ലാം സ്പാം കോളുകൾ നിർത്തുവാണ്, സ്റ്റോപ്പ് ചെയ്യുവാണ്. രജിസ്റ്റേർഡ് അല്ലാത്ത സ്പാം കോളുകളെല്ലാം നിർത്തുവാണ്. രജിസ്റ്റേർഡ് അല്ലാത്ത കമ്പനികളിൽ നിന്ന് വരുന്ന സ്പാം കോളുകളെല്ലാം ഇങ്ങോട്ട് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുവാണ്. അവർക്ക് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ സിം ആ നമ്പർ ഇനി തിരിച്ച് കിട്ടുന്നതല്ല. അങ്ങനെ വന്നേക്കുവാണ്. ഒരു നല്ലൊരു കാര്യമായിട്ട് തോന്നി. കാരണം നമുക്ക് രജിസ്റ്റേർഡ് അല്ലാത്ത സ്പാമിൽ നിന്ന് നമുക്ക് കോളുകൾ വന്ന് നമ്മളെ കുറേ പൈസ തട്ടിപ്പൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതെല്ലാം ഇനി ബ്ലോക്ക് ചെയ്യുവാണ്. എന്തായാലും നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. കാരണം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി. കാരണം കുറെ തട്ടിപ്പുകൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്പാം കോളിൽ വരുന്നുണ്ട്. ഇങ്ങോട്ട് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് രജിസ്റ്റേർഡ് അല്ലാത്തുള്ള എല്ലാ സ്പാം കോളുകളും ബാൻ ചെയ്തിരിക്കുകയാണ്. അത് അവരുടെ സിം ബ്ലാക്ക് ലിസ്റ്റിലോട്ട് പോകും. പിന്നെ ആ നമ്പർ തിരിച്ചു കിട്ടുന്നതല്ല. ഈ ആഴ്ച ഒരു വലിയൊരു ലോഞ്ച് നടന്നിട്ടുണ്ടായിരുന്നു. ഗൂഗിളിന്റെ പിക്സൽ എന്ന് പറഞ്ഞ ഫോൺ, പിക്സൽ 9, 9 പ്രോ, 9 പ്രോ എക്സൽ, 9 പ്രോ എക്സൽ ഫോൾഡ് ആണ് വരുന്നത്. 9 പ്രോ ഫോൾഡ് ആണ് വരുന്നത്. അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. 65,000 ആ റേഞ്ച് തൊട്ടാണ് വരുന്നത്. 65,000 തൊട്ട് നമുക്കൊരു 1,24,000 രൂപയാണ് പിക്സൽ ഫോൾഡ് എക്സൽ വരുമ്പോൾ. അങ്ങനെ ഒട്ടും ഒരു 2 ലക്ഷം രൂപ വരെ പോകുന്നുണ്ട്. നമുക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്, ഇതിനെക്കുറിച്ച് നിങ്ങൾ നോക്കുക വിലയൊക്കെ. എനിക്ക് പിക്സൽ എന്ന് പറഞ്ഞ ഫോൺ കാരണം ഒരു ഫ്ലാഗ്ഷിപ്പ് കില്ലറാണ് നമുക്ക് പിക്സലിനെ പറയാൻ സാധിക്കത്തില്ല. കാരണം ടെൻസറിന്റെ G3 ആണ്. ഒരു മീഡിയം പെർഫോമൻസ് നമുക്ക് കിട്ടത്തുള്ളൂ. ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള മീഡിയം പെർഫോമൻസ്. ഇപ്പൊ ഹീറ്റിങ്ങിന് വേണ്ടി കൂളിംഗ് സിസ്റ്റം ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. വേപ്പർ ചേമ്പർ കൂളിംഗ് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല അത്യാവശ്യം നല്ല കൂളിംഗ് ആയിരിക്കും. അപ്പൊ ടെൻസറിന്റെ ഹീറ്റിംഗ് ഒക്കെ മാറാൻ സാധ്യത. എക്സിനോസ് അല്ലേ, പറയാൻ പറ്റത്തില്ല. പേര് മാറ്റി വരുന്ന എക്സിനോസ് ആണ് ടെൻസർ G4 എന്ന് പറയും. പക്ഷെ അത്യാവശ്യം 10%, 20% ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്ന് അവർ തന്നെ പറയുന്നുണ്ട്. പിന്നെ പിക്സലിന്റെ ക്യാമറയുടെ കാര്യം പറയാനില്ല. ഫോട്ടോഗ്രാഫി ഈസ് എ പ്രെറ്റി ഗുഡ് ഫോട്ടോഗ്രാഫി, എക്സലന്റ് ഫോട്ടോഗ്രാഫി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ നമുക്ക് DSLR എടുക്കുന്ന ഇപ്പൊ വിവോയുടെ X100 Pro എടുക്കുന്ന രീതിയിലല്ല വരുന്നത്. ഒരു നാച്ചുറൽ ടൂൺ ആണ് ഈ പിക്സൽ ആയാലും സാംസങ് ആയാലും പിടിക്കുന്നത്. ഒരു DSLR ഷോട്ട്സിന് വേണ്ടിയുള്ള അവർ HDR ഒക്കെ ഇമ്പ്രൂവ് ചെയ്ത് അങ്ങനെയൊക്കെ ഓരോ രീതി ഡൈനാമിക് റേഞ്ച് ഇമ്പ്രൂവ് ചെയ്തൊക്കെ വരുന്ന ഫോട്ടോസുകളാണ് നമുക്ക് വരുന്നത്. കുറെ AI ഫീച്ചേഴ്സുകൾ വന്നിട്ടുണ്ട്. നിങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫോണായിട്ട് എനിക്ക് തോന്നി. കാരണം പിക്സൽ നല്ല ഡിസൈൻ ആയിട്ട് എനിക്ക് തോന്നി. കാരണം പിക്സൽ എക്സലും എക്സൽ പ്രോയും എല്ലാം നല്ല ഡിസൈൻ ആയിട്ട് എനിക്ക് തോന്നി. പക്ഷെ നല്ലൊരു ക്യാമറയാണ്. കാരണം നമുക്ക് ഇപ്പൊ നൈറ്റ് ഷോട്ട് ആയാലും ഇരുട്ടത്തായാലും മൂണിന്റെ ഷോട്ട് എടുക്കാം, നമുക്ക് സ്റ്റാർസിന്റെ ഷോട്ട്സ് എടുക്കാനൊക്കെ സാധിക്കും. അത് പഴയ ചില മൊബൈലുകൾ പറ്റത്തില്ല. പിന്നെ ഏടെ കളിയും കൂടെ വന്നുകൊണ്ട് റിമൂവ് ചെയ്ത് മാറ്റും. നമ്മൾ കൂടെ നിൽക്കുന്ന ആളെ റിമൂവ് ചെയ്യുക, വേറൊരു പാർട്ടിക്ക് വരാത്ത ഒരാളെ നമുക്ക് ആഡ് ചെയ്യാനൊക്കെ സാധിക്കും. അത്യാവശ്യം പിക്സൽ നല്ലതായിട്ട് എനിക്ക് തോന്നി. നല്ലൊരു ലോഞ്ചായിട്ട് എനിക്ക് തോന്നി. അത്യാവശ്യം വില ഇച്ചിരി കൂടുതലാണ്. ഡിസൈൻ വൈസ് ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ന്യൂ ഒരു ഡിസൈൻ, ഇതുവരെ വരാത്തൊരു ഡിസൈനാണ്. ഡിസൈൻ വൈസ് ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം കൊള്ളാം, നല്ല ഡിസൈൻസ്. നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ പറയുന്നു പിക്സൽ ഈ ആഴ്ചത്തെ നല്ല ലോഞ്ച് ആയിരുന്നു കേട്ടോ. എനിക്ക് ആ ഒരു ബാലൻസ്ഡ് ഫോൺ, ഒരു ഫ്ലാഗ്ഷിപ്പ് കില്ലറൊന്നും നമുക്ക് പിക്സലിനെ പറയാൻ സാധിക്കത്തില്ല. എന്നാലും പറയാം, വിലയുടെ കാര്യത്തിൽ ഒരു പെർഫോമൻസ് ബേസിൽ നമുക്ക് അത്രയും കിട്ടത്തില്ല. അത് ഞാൻ തീർച്ചയായിട്ടും പറയുന്ന കാര്യം. ബാക്കിയെല്ലാം കൊണ്ടും അത്യാവശ്യം കിട്ടും. സോഫ്റ്റ്വെയർ ആവട്ടെ, AI ടെക്നോളജിയുടെ കളിയാണ് വന്നിരിക്കുന്നത്. കുറേ AI ടെക്നോളജി, AI വെച്ച് എന്ത് വേണം ചെയ്യാം. നമുക്കൊരു റോഡ് വരയ്ക്കാൻ എങ്ങനെ വേണേലും റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരു സ്ഥലത്തിനെ മാറ്റി വേറെ രീതിയിൽ ആക്കാൻ പറ്റും. അത്രയ്ക്ക് AI ഫീച്ചേഴ്സ് കുത്തി നിറച്ചാണ് പിക്സൽ വന്നേക്കുന്നത്. സാംസങ്ങിന് എന്ത് പറ്റിയെന്ന് എനിക്ക് തോന്നുന്നില്ല. സാംസങ് ഇങ്ങോട്ട് കാറിന് ബാറ്ററികൾ ഉണ്ടാക്കാൻ പോവാണ്. 965 കിലോമീറ്റർ റേഞ്ച് പറയുന്ന ബാറ്ററികൾ ഇങ്ങോട്ട് ഉണ്ടാക്കുക. 25 വർഷത്തേക്കാണ് ബാറ്ററിക്ക് വാറണ്ടിയും പറയുന്നത്. അത്യാവശ്യം ഇങ്ങോട്ട് എല്ലാ വണ്ടികളും വരുവായിരിക്കും. ഇനി എല്ലാം ഇലക്ട്രിക് യുഗങ്ങളാണ്. അപ്പൊ ഈ ബാറ്ററി എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. സാംസങ് ഇങ്ങോട്ട് ബാറ്ററി ഉണ്ടാക്കാൻ തുടങ്ങി. അവർ ഡിസ്പ്ലേ ഉണ്ടാക്കി മറ്റുള്ളവർക്ക് വിൽക്കുന്നു. പല കാര്യങ്ങളും ഉണ്ടാക്കി, ക്യാമറ സെൻസർ ഉണ്ടാക്കി വിൽക്കുന്നു. ഡിസ്പ്ലേയിലാണ് അവർ മെയിൻ ആയിട്ട് മറ്റുള്ളത്. ഇങ്ങോട്ട് ബാറ്ററി 965 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഭയങ്കര നല്ലൊരു ബാറ്ററി ആയിട്ട് എനിക്ക് തോന്നുന്നു. പക്ഷെ ഭയങ്കര വിലയായിരിക്കും. 25 നല്ല കത്തി വിലയായിരിക്കും. എനിക്കിത് പ്രീമിയം കാർസിലൊക്കെ വരാൻ സാധ്യതയുള്ളൂ. പക്ഷെ നല്ല വിലയായിരിക്കും. 25 വർഷത്തെ വാറണ്ടി ഉൾപ്പെടെ സാംസങ് കൊടുക്കുന്നുണ്ട്. ഇതിനൊരു ലീക്സ് ആണ് വന്നേക്കുന്നത്. നമുക്കത് ഒഫീഷ്യലി പറയാനായിട്ട് സാധിക്കുന്നതിൽ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നുള്ള സാംസങ് ഒഫീഷ്യലി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണെങ്കിൽ. ഇനിയുള്ള ഇലക്ട്രിക് യുഗങ്ങളല്ലേ, ഇലക്ട്രിക് വണ്ടികളുടെ യുഗങ്ങളാണ് ഇനി വരുന്നത്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ന്യൂസ് ആയിട്ട് എനിക്ക് തോന്നി. 2024 ക്വാർട്ടർ കഴിയുമ്പോഴത്തേക്ക് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റുപോയ ഫോൺസുകൾ, മാർക്കറ്റ് ഷെയറുകൾ കിട്ടിയ ഫോൺസുകൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് പൊസിഷനിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവോയുടെ ബ്രാൻഡാണ് വരുന്നത്. വിവോ ബ്രാൻഡ് അത്യാവശ്യം നല്ലതായിട്ട് വിറ്റു. X100 പ്രോയും ഒക്കെ അത്യാവശ്യമായിട്ട് വിറ്റുപോയി. അതുകൊണ്ടായിരിക്കും ടോപ്പിൽ വന്നു. ഓഫ്ലൈൻ മാർക്കറ്റുകളിലാണ് വിവോ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഓഫ്ലൈൻ വഴിയല്ലേ മേടിക്കുന്നത്. അതുകൊണ്ടായിരിക്കും വിവോ ഫസ്റ്റിൽ എത്താൻ കാരണം. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഷവോമി പറയാം. ഷവോമിയുടെ 14 സീരീസുകൾ അത്യാവശ്യം നല്ല രീതിയിൽ വിറ്റുപോയ സീരീസുകളാണ്. അടുത്ത ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽമിയെ കുറിച്ചുള്ള ന്യൂസ്. റിയൽമി ഇനി 14 സീരീസ്
ഇല്ല, 14 സീരീസ് ഇന്ത്യയിലോട്ട് വരുന്നില്ല. അത് കഴിഞ്ഞ് ഡയറക്റ്റ് 15 സീരീസിലോട്ട് വരാൻ പോവാണ്. റിയൽമിയുടെ ഇനി 15 സീരീസുകൾ ചൈനയിൽ ഓൾറെഡി ലോഞ്ച് ചെയ്തു. ഇന്ത്യയിലോട്ട് ഓൾറെഡി വരും. ലോഞ്ച് ചെയ്യാൻ പോകുന്നൊക്കെ കേട്ടു. ഇങ്ങനെ ലോഞ്ച് ചെയ്യുന്നൊക്കെ കേട്ടു. ഇങ്ങനെ അത് ഇന്ത്യയിലോട്ട് വരാൻ പോവാണ്. പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു. ഇനിയിപ്പോൾ ഷവോമി 14 സീരീസിനെയൊക്കെ പൊട്ടിക്കാനായിട്ട് റിയൽമിയുടെ 15 സീരീസുകൾ വരുന്നു. ഈ വർഷം അവസാനത്തോടുകൂടി വരാം, അല്ലെങ്കിൽ അടുത്ത വർഷമായിരിക്കും മിക്കവാറും. എന്തായാലും ആ ഒരു സീരീസ് ഒക്കെ ഓക്കെ ആയിട്ട് തോന്നുന്നു. കാരണം റിയൽമി ഡൗൺ ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. റിയൽമിയുടെ നല്ല ഫ്ലാഗ്ഷിപ്പുകളെല്ലാം പോയി. റിയൽമി അത്യാവശ്യം ഒരു മൊബൈൽ കണ്ടുണ്ട്, റിയൽമി GT ഒക്കെ പണ്ട് അടിപൊളി ഡിവൈസ് ആയിരുന്നു. ഇപ്പൊ റിയൽമി മോശമായി കൊണ്ടേയിരിക്കുന്നു. എനിക്ക് അങ്ങനെ റിയൽമിയുടെ വോയിസ് അത്രയ്ക്കൊണ്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള ആഡ്സ് ഒക്കെ വലിച്ച് കളയാമെങ്കിൽ കുറെയൊക്കെ നല്ലതായിട്ട് തോന്നി. അത്യാവശ്യം റിയൽമി ഇനി വരട്ടെ, വരുമോ നമുക്ക് നോക്കാം. അത്യാവശ്യം നല്ല ഫോണുകളായിട്ട് വരുമോ നോക്കാം. ലിക്സ് ആൻഡ് റൂമേഴ്സിനകത്ത് നമ്മൾ പറയാൻ പോകുന്നത് S25 കുറിച്ചാണ്. S25 നമുക്ക് ഈ ഡിസ്പ്ലേയിൽ ഇനി കെർവ്ഡ് ആയിരിക്കും വരാൻ പോകുന്നത്. കെർവ്ഡ് എഡ്ജസ് എല്ലാം കെർവ്ഡ് ആയിരിക്കും. മറ്റേ ഒരു സ്ക്വയർ ടൈപ്പ്, ഒരു റെക്ടാങ്കിൾ ടൈപ്പല്ലേ പോകുന്ന ഡിസ്പ്ലേ, അത് ഇനി സൈഡെല്ലാം ഒരു കെർവ് ആയിരിക്കും വരാൻ പോകുന്നത്. ഒരു സർക്കിൾ കെർവ് നമുക്ക് വരാൻ പോവാണ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു. എല്ലാം S24 പ്ലസിലും ഒക്കെ ഉണ്ട്. S24 അൾട്രയിലില്ല. S24 പ്ലസിലൊക്കെ ഉള്ളത് പോലത്തെ ഡിസ്പ്ലേ ആയിരിക്കും വരാൻ പോകുന്നത്. ഈ അൾട്രയിലും S25 അൾട്രയിലും വരാൻ പോകുന്നത്. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. നമുക്ക് വരട്ടെ, നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. എല്ലാ ഡിസൈനും ഒക്കെ മാറും. ആപ്പിളൊക്കെ മാറ്റുമോ നമുക്ക് നോക്കാം. എന്തായാലും സാംസങ് ആപ്പിൾ ഒരു മുഴ മുന്നേ അറിഞ്ഞ് സെപ്റ്റംബറിലുണ്ട്. ജനുവരി ഫെബ്രുവരി മാർച്ചിനകത്തിൽ നമുക്ക് S25 അൾട്ര കാണാൻ സാധിക്കും. അപ്പോൾ S24 അൾട്രയുടെ ഒക്കെ വില നല്ല രീതിയിൽ കുറയാൻ സാധ്യതയുണ്ട്. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും. S24 ഒക്കെ എടുക്കാനിരിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യും. കാരണം S25 ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ പ്രൈസ് ഒക്കെ ഡ്രോപ്പ് ആകും. കാരണം ഇപ്പൊ തന്നെ നല്ല രീതിയിൽ കുറയുന്നുണ്ട് S23 അൾട്രയ്ക്ക്. S25 കുറയാൻ സാധ്യതയുണ്ട്. ഇത് റൂമേഴ്സ്, നിങ്ങൾ വെയിറ്റ് ചെയ്യും. എന്തായാലും നിങ്ങൾ പ്രതീക്ഷിച്ച് വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യും. അപ്കമിങ് ലോഞ്ചസ് എന്ന് പറഞ്ഞാൽ അപ്കമിങ് ലോഞ്ചസിനകത്ത് വരുന്നത് നമുക്ക് മോട്ടോയുടെ G45 വരുന്നുണ്ട്. അത് 21 തീയതി ആയിരിക്കും വരാൻ പോകുന്നത്. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു. മോട്ടോ ഇപ്പൊ ഒത്തിരി ഫോൺസ്, ചവറ് കണക്കിന് ഫോൺസ് ഇറക്കിയാലും അത്യാവശ്യം ആ ഒരു പ്രൈസ് റേഞ്ചിന് ബെറ്റർ ആയിട്ട് നിൽക്കുന്ന ഫോൺസുകളാണ് ഇറക്കുന്നത്. എനിക്ക് അത്യാവശ്യം ബ്രാൻഡ് വാല്യൂ ആയിട്ട് തോന്നി മോട്ടോയുടെ ഫോൺസുകൾ. അത്യാവശ്യം നല്ല ഫോൺസുകളാണ് മോട്ടോ ഇറക്കുന്നത്. കാരണം അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം മോട്ടോയുടെ G45 ആണ് വരാൻ പോകുന്നത്. 6S Gen 2 3 ഒക്കെ വെച്ചാണ് വരാൻ പോകുന്നത്. അത്യാവശ്യം നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. 21 തീയതിയാണ് ലോഞ്ച് വരുന്നത്. നോക്കാം. എന്തായാലും ഒരു 15-16 ആ റേഞ്ചിൽ ബഡ്ജറ്റ് സെഗ്മെന്റിലാണ് വരാൻ പോകുന്ന ഫോൺ. അത്യാവശ്യം പൊളിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം മോട്ടോ ഇനി എല്ലാ സെഗ്മെന്റിലും ഇറക്കി ഫ്ലാഗ്ഷിപ്പ് ലെവൽ സെഗ്മെന്റ് വരെ വരാൻ പോവാണ്. ഫ്ലാഗ്ഷിപ്പ് ലെവൽ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ബാക്കി എല്ലാ സെഗ്മെന്റ് ഇപ്പൊ എഡ്ജ് 50 അൾട്ര എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. LG 50 Pro എനിക്ക് ഇഷ്ടപ്പെട്ടു. അൾട്ര എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം ആ ഒരു പ്രൈസിന് ഇത് വേർത്ത് ആയിട്ട് എനിക്ക് തോന്നി. ബാക്കി എല്ലാം മോട്ടോയുടെ എല്ലാ സെഗ്മെന്റും മോട്ടോ നല്ല രീതിയിൽ എന്തെങ്കിലുമൊക്കെ യൂണീക്ക് ഫീച്ചേഴ്സും എക്സ്ട്രാ ഫീച്ചേഴ്സും ഒക്കെ തന്നു നല്ല രീതിയിൽ അടിപൊളിയാക്കി ഇറക്കുന്നത്. നിങ്ങൾ മോട്ടോ ഫാൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ കുത്തി വെക്കാൻ ഫോണൊക്കെ മറന്നുപോയിട്ട് പെട്ടെന്ന് എടുക്കുന്നവർക്ക് കൊണ്ട് ഇൻട്രസ്റ്റിംഗ് ന്യൂസ് ആണ്. കാരണം നമ്മൾ ഇപ്പോൾ 25 വോൾട്ടിന്റെ ചാർജർ, 15 വോൾട്ടിന്റെ ചാർജർ തൊട്ട് നമ്മൾ കാണുന്നുണ്ട്. 100 വാൾട്ട് ചാർജർ, 120 വാൾട്ടിന്റെ ചാർജർ, 240 വാൾട്ടിന്റെ ചാർജർ. ഇനിയിപ്പോൾ വരാൻ പോകുന്നത് 320 വാൾട്ടിന്റെ ചാർജറാണ്. 10 മിനിറ്റ് കൊണ്ട് ചാർജ് കയറും. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു. കാരണം നമുക്കൊരു 50% കയറണം. പെട്ടെന്ന് ജോലിക്ക് പോകണം, സ്കൂളിൽ പോകേണ്ടവർ, കോളേജിൽ പോകേണ്ടവരൊക്കെ നമുക്ക് ചാർജ് ചെയ്യാൻ മറന്നുപോയി. പെട്ടെന്ന് നമ്മൾ എണ്ണിച്ച് കഴിയുമ്പോഴേ ഓർക്കുന്നത് ചാർജ് ചെയ്തിട്ടില്ല. പെട്ടെന്ന് കുത്തി ഉടനെ ഡ്രസ്സ് ചെയ്തൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് 10 മിനിറ്റ്, അതിനേക്കാളും മുന്നേ നമുക്ക് ബാക്കി കളിച്ചിട്ടും പോവുകയും ചെയ്യാം. ഫോണിരുന്ന് കളിച്ചിട്ട് ബാക്കി ചാർജും കൊണ്ട് പോവുകയും ചെയ്യും. അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം ബാറ്ററി ഈ ഫാസ്റ്റ് ചാർജർ ഒക്കെ വരുന്ന സമയത്ത് പറഞ്ഞാൽ ബാറ്ററി എഫിഷ്യൻസി ബാധിക്കുമെന്ന് പലരും ചോദിക്കാറുണ്ട്. കാരണം ബാധിക്കും. കാരണം ഇത്രയും ഫാസ്റ്റർ ചാർജിങ് വരില്ല. ഇപ്പൊ ബാറ്ററി 2 കമ്പാർട്ട്മെന്റ് ആക്കിയായിട്ട് പെട്ടെന്ന് ചാർജ് ചെയ്യുന്നത്. 2 കമ്പാർട്ട്മെന്റ് ആക്കി എന്ന് വെച്ചാൽ 2 രീതിയിൽ ബാറ്ററി ഹാഫ് ആക്കിയിട്ട് അതിനെ 2 രീതിയിൽ ഒരേ സമയത്ത് കയറും. അങ്ങനെ കയറുന്ന സമയത്ത് കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് കയറും. അതുകൊണ്ട് ഈ 320 വാൾട്ടൊക്കെ അങ്ങനെ ആയിരിക്കും, ഡുവൽ ബാറ്ററിയിലായിരിക്കും വരാൻ പോകുന്നത്. എന്ന് വെച്ചാൽ ഡുവൽ ബാറ്ററി ഉള്ള ഫോണുകളിൽ എന്ന് വെച്ചാൽ 2 രീതിയിൽ 2 കമ്പാർട്ട്മെന്റ് വരുമ്പോൾ ഒരേ സമയത്ത് 2 കമ്പാർട്ട്മെന്റിലും ചാർജ് കയറും. അപ്പോൾ കുറച്ചുകൂടെ ഫാസ്റ്റർ ആയിട്ട് കയറും. അപ്പോൾ ഈ 310 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് ചാർജ് ചെയ്ത് പോകും. ഇപ്പോഴും ഓൾറെഡി കുറെ ഫോണുകൾ വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഡുവൽ ബാറ്ററിയുമായിട്ട്. നിങ്ങൾ നോക്ക്, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നു. ഇനി ഇത്രയൊക്കെ ന്യൂസ് ഉള്ളടെ, നിങ്ങൾക്ക് ഇനി ന്യൂസ് കാണണം. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടണേ. ഫസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ബെൽ ബട്ടൺ നമുക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ പറയണ്ടല്ലോ. ഒന്ന് ഷെയർ ചെയ്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്ന് വിട്. ഒന്ന് സപ്പോർട്ട് ചെയ്ത് കയറി വാ, നമുക്ക് പൊളിക്കാം. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ന്യൂസും ഒക്കെ ആയിട്ട് നമുക്ക് ഇനി വരാം.